കൂടി ഇന്ന് നമുക്ക് ഈ സുപ്രഭാതം തന്ന ഈശ്വരനോട് ഓക്കെ, താങ്ക് യു. എന്റെ പേര് ഗീത സുരേഷ്. ഞാൻ എടത്തല പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. ഞാൻ നമ്മുടെ ഈ ബയോട്രീം എന്ന ഈ ഫാമിലിയിലേക്ക് വന്നിട്ട് 2 വർഷത്തോളമാവുന്നു. 6 മാസം 7-8 മാസമായുള്ളൂ. ശരിക്കും ഫുൾ ടൈം വർക്ക് ചെയ്യുന്നു. ഇന്ന് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ഉള്ള ഒരു ലേഡിയാണ് ഞാൻ. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വിനോദ് സാറിന്റെ MC ആകാൻ കഴിഞ്ഞതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. വിനോദ് സാറിനെ എല്ലാവർക്കും അറിയാം. വിനോദ് സാറിന്റെ ക്ലാസ് പുള്ളിക്കാരനായ നമ്മളുടെ ഈ അഭിമാനയാണ് നമ്മുടെ വിനോദ് സാർ. എല്ലാവർക്കും എന്നാലും പുതിയതായ ആരെങ്കിലും എറണാകുളം സ്വദേശിയാണ്. അതേക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യം, എപ്പോഴും സൂമിൽ ക്ലാസ് എടുക്കുന്നതാണ് അദ്ദേഹം. നമ്മളെല്ലാം വിജയിക്കാൻ വേണ്ടി നല്ല രീതിയിൽ നമ്മളെ സാറിനെ പോലെ തന്നെ നമ്മൾ വിജയിക്കണം എന്നുള്ള രീതിയിൽ സാർ നമുക്ക് നല്ല നല്ല ക്ലാസ്സുകൾ തരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട വിനോദ് സാറിനെ ഒത്തിരി സ്നേഹത്തോടെ സൂം പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തു. ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ് ഓൾ. ഹാപ്പി മോർണിംഗ് ഓൾ വൺസ് അഗെയിൻ. ഇന്നൊരു നല്ലൊരു സുദിനത്തിലേക്ക് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ പ്രോഗ്രാമിലേക്ക് പ്രോഗ്രാമിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ എല്ലാം മോർണിംഗ് സൂം പ്രോഗ്രാം നമ്മളെല്ലാം റീചാർജ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. സോ ഈ പ്രോഗ്രാമിലേക്ക് വന്ന നിങ്ങൾ ഓരോരുത്തരെയും കേരള ബയോട്രീം കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ കൃത്യമായി ഞാൻ സ്വാഗതം ചെയ്യും. ഇന്നത്തെ സെക്ഷൻ നമുക്കറിയാം, ഒബ്ജക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്ഷനാണ്. നമ്മൾ ഈ മേഖലയിൽ കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ മേഖലയിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട സ്കില്ലുകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ആമുഖമായിട്ടും നമുക്ക് വേണ്ട സ്കില്ലുകളിൽ ഒന്ന് പ്രോസ്പെക്റ്റിംഗ് സ്കില്ലാണ്. നമുക്ക് ആളുകളെ കണക്ട് ചെയ്യാനും ആളുകളെ പ്രോസ്പെക്ട് ചെയ്യാനുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്. രണ്ടാമത്, ആളുകൾക്ക് ഈ ബിസിനസ് അവസരം അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുള്ള പ്രസന്റേഷൻ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്. മൂന്നാമത്, ഫോളോ അപ്പ് ചെയ്യാനുള്ള സ്കില്ല്. ഏത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ആ മേഖലയിൽ കൃത്യമായ രീതിയിൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ അവിടെ സെയിൽ ക്ലോസിംഗ് നടക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ബേസിക്സ് ഫോളോ അപ്പ് സിസ്റ്റം എന്താണ്, ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഫോളോ അപ്പ് സ്കില്ലുകൾ. നാലാമത്തെ കാര്യമാണ് ഒബ്ജക്ഷൻസിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. ഏത് സെയിൽസിന് മുന്നോട്ട് പോകുന്ന സമയത്തും അവിടെ ഒബ്ജക്ഷൻസ് നമ്മൾ നേരിടേണ്ടി വരും. ആ ഒബ്ജക്ഷനെ എങ്ങനെ മനോഹരമായി നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് 4ാം സെക്ഷൻ. 5ാമത്തേത് എന്ന് പറയുന്നത് സെയിൽ എങ്ങനെ ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇന്നത്തെ സെക്ഷൻ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഒബ്ജക്ഷൻസിനെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. ആമുഖമായിട്ട് ഞാൻ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ പറ്റും. ഒരിക്കല് ഒരു ഗ്രാമത്തിൽ 2 കർഷകരുണ്ടായിരുന്നു. ആ കർഷകരുടെ പേര് ഒരാൾ രാഘവൻ എന്നാണെങ്കിൽ മറ്റൊരാളുടെ പേര് മാധവൻ എന്നാണ്. രണ്ടുപേരും പരമ്പരാഗതമായ കൃഷി രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരായിരുന്നു. പക്ഷെ അവർ വർഷങ്ങളായി കൃഷി ചെയ്തെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരിടുന്ന അധ്വാനത്തിന്റെ തത്തുല്യമായ പ്രതിഫലവും ലാഭവും ഒന്നും അവർക്ക് അവരുടെ കൃഷി മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗ്രാമത്തിൽ ഒരുതരം പുതിയ വിത്തുമായിട്ട് ഒരു പുതിയ ആള് വരികയാണ്. അവർ രണ്ടുപേരും ഈ കർഷകരെ അപ്രോച്ച് ചെയ്തു. ഈ വിത്ത് പാകിയാൽ കുറഞ്ഞ അധ്വാനത്തിൽ, ഇതൊരു ഹൈബ്രിഡ് ടൈപ്പ് വിത്താണ്, ഈ വിത്ത് പായി കഴിഞ്ഞാൽ കുറഞ്ഞ അധ്വാനത്തിൽ നല്ല വിളവ് കിട്ടുമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. പക്ഷെ രാഘവന്റെ ചിന്ത പോയത് ഇങ്ങനെയായിരുന്നു, ഇതൊക്കെ വെറും ഒരു തട്ടിപ്പായിരിക്കാം, ഇതുവരെ ഞാൻ കാണാത്തൊരു വിത്ത് എന്തിനാണ് ഇവിടെ പരീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിൽ ആലോചിച്ചു. ഒരുപക്ഷെ ഞാൻ എന്റെ കയ്യിലുള്ള ഈ വിത്ത് വാങ്ങിച്ച എന്റെ കയ്യിലുള്ള ഉള്ള പൈസയും കൂടി ചിലപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് ആവശ്യത്തിന് വിത്ത് ഇരിപ്പുണ്ടല്ലോ, ഞാൻ എന്റെ പരമ്പരാഗത കൃഷിയിൽ തന്നെ കൃഷി ചെയ്യാമെന്നാണ് രാഘവൻ മനസ്സിലാലോചിച്ചത്. പക്ഷെ മാധവൻ അങ്ങനെയുള്ള ആയിരുന്നു. ആളൊരു വ്യത്യസ്തമായ രീതിയിലാണ് മാധവൻ ചിന്തിച്ചത്. കാരണം ഞാൻ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഈ കൃഷി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല.
ഞാൻ പരമ്പരാഗത വിത്ത് തന്നെയാണ്, കൃഷിരീതിയും വിത്ത് ഉപയോഗിച്ച് തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഇനി എന്തായാലും വലിയ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഈ പുതിയ വിത്ത് മേടിച്ചൊന്ന് പരീക്ഷ നോക്കാമെന്ന് മാധവൻ അങ്ങോട്ട് മനസ്സിലാലോചിച്ചു. ഈ പരമാവധി പോയാൽ ഈ പുതിയ വിത്തിന്റെ പൈസ എനിക്ക് നഷ്ടപ്പെടും. ഒരുപക്ഷെ ഈ വിത്ത് നേരെ ഉപയോഗിച്ച് ഞാൻ കൃഷി ചെയ്ത് അത് ക്ലിക്കായാൽ ഒരുപക്ഷെ എന്റെ ജീവിതം മാറില്ലേ എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി മാധവൻ ആ വിത്ത് വാങ്ങുകയും മാധവൻ കാര്യമായ രീതിയിൽ ആ വിത്ത് കൃഷി ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ മാധവന്റെ പറമ്പില് വിളവുണ്ട് നന്നായിട്ട് നിറഞ്ഞു. മാധവൻ വലിയ ലാഭം ഉണ്ടായി. അദ്ദേഹം ആ നാട്ടിലൊരു പഴയ വലിയൊരു പണക്കാരനായിട്ട് മാറി. എന്നാൽ പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ പഴയ രാഘവനായിക്കോട്ടെ, അദ്ദേഹം ഇപ്പോഴും പഴയ കഷ്ടപ്പാടിൽ നിന്നാണ്. ഈ കഥ നമുക്ക് ഇതിന്റെ സാരാംശം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പോയി വരും. ഈ അവസരങ്ങൾ വരുമ്പോ രാഘവനെ പോലെ ഇത് നടക്കില്ല, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, ഞാനിത് പരീക്ഷിക്കണോ, ഞാനിത് ഏറ്റെടുക്കണോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലെ തടസ്സങ്ങൾ ആലോചിക്കാറുണ്ട്. പക്ഷെ മാധവനെ പോലെ ഒരു റിസ്ക് ജീവിതത്തിൽ എടുക്കാൻ തയ്യാറായപ്പോൾ മാത്രമേ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ പറയുന്ന നിങ്ങൾ കേൾക്കുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്ഷൻസ് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ പ്രൊഡക്റ്റ് ആയാലും ബിസിനസ് ആയാലും ഒന്ന് പരീക്ഷ നോക്കിയാൽ കോൺഫിഡൻസോടുകൂടി നമുക്ക് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് തടസ്സങ്ങളെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ സെക്ഷനിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ തടസ്സങ്ങളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഹൗ ടു ഹാൻഡിൽ ഒബ്ജക്ഷൻസ് ഇൻ eBioTalk. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? തടസ്സങ്ങളെ നമുക്ക് എങ്ങനെയാണ് eBioTalk മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സെക്ഷൻ. എനിക്ക് ആമുഖമായിട്ടൊരു കാര്യം പറയാൻ പോകുന്നത്, നമുക്ക് കൊറോണ നമുക്ക് എല്ലാവർക്കും അറിയാം. കൊറോണ നമ്മൾക്ക് ഒരു പേമാരി പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആ കൊറോണയ്ക്ക് വേണ്ടിയുള്ള വാക്സിനേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തു. പല ആളുകളും കോവിഷീൽഡും കോവാക്സിനും ഒക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളൊക്കെ അതിൽ നിന്ന് ആ കൊറോണയുടെ വേർഷൻ നമ്മൾ മുക്തി നേടി നമ്മൾ വിശ്വസിക്കുന്ന സമയത്താണ് കൊറോണയുടെ പുതിയ വകഭേദങ്ങൾ വന്നു. എന്ന് പറയുന്നത് പോലെ ഈ ബിസിനസ്സിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഒബ്ജക്ഷൻസ് വളരെ ചുരുക്കമാണ്. പക്ഷെ അതിന്റെ പല വകഭേദങ്ങൾ, പല വേർഷൻസ് നമുക്ക് ഇന്ന് ഫീൽഡിൽ നമുക്ക് കിട്ടുമായിരിക്കാം. നമ്മൾ പല വകഭേദങ്ങൾ വേർഷൻസ് കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഫീൽഡിൽ പറയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ കേൾക്കുന്ന ഒബ്ജക്ഷൻസിന് നിങ്ങളുടേതായ കസ്റ്റമൈസ്ഡ് വേർഷൻസ് നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ്. അപ്പോ ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് അദ്ദേഹം പഠിച്ച ക്വസ്റ്റ്യൻസുകള് ആ ചോദ്യ പേപ്പറിൽ ഉണ്ടെങ്കിൽ ഭയങ്കര ആത്മവിശ്വാസം വരും എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പ്രധാനപ്പെട്ട ഒബ്ജക്ഷൻസിനെ നമ്മൾ കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കാൻ നമ്മൾ പരിശീലിച്ചിട്ടാണ് നമ്മൾ ഫീൽഡിലേക്ക് പോകുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാളുകൾ സ്വാഭാവികമായും നമ്മളോട് തടസ്സങ്ങൾ ഉന്നയിക്കുമ്പോൾ, ഒബ്ജക്ഷൻസുകൾ ഉന്നയിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ചിരിച്ചുകൊണ്ട് തന്നെ അവരെ വളരെ സൗമ്യമായിട്ട് നമുക്ക് നേരിടാനും അവരുടെ കോൺഫിഡൻസ് കൊടുക്കാനും അവരെ ബിസിനസ്സിലേക്ക് കടത്തിക്കൊണ്ടുവരാനും പറ്റും. ഒരു ടീച്ചർ ഒരു കുട്ടിയോട് ഒരു ക്ലാസ് റൂമിൽ നടക്കുന്ന ഒരു സമയത്ത് ഒരു ടീച്ചർ കുട്ടികളോട് പറയുകയാണ്, കുട്ടികളെ ബോർഡിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കും എന്ന് പറയാം. അപ്പൊ ആദ്യം ഒരു കുട്ടി ഓടി വന്നിട്ട് ഒരു ചെറിയ വര വരച്ചു, ഇതാണ് എന്റെ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ അടുത്ത കുട്ടിയോട് ടീച്ചർ ചോദിക്കുകയാണ്, വീണ്ടും മോനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാവോ? അപ്പൊ ആ കുട്ടി ഓടി വന്നിട്ട് ബോർഡിൽ കുറച്ചും കൂടി വലിയൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അപ്പൊ ആ കുട്ടിയുടെ വേർഷൻ അതാണ്, രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെയാണ്. മൂന്നാമത്തെ ആള് ബോർഡിൽ വന്നിട്ട് ഒരു ബോർഡിന്റെ ഫുൾ ലെങ്തില് ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, എന്റെ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെയാണ് പോവാ. നാലാമത്തെ ആൾ ആ ബോർഡിൽ വന്നിട്ട് വെർട്ടിക്കൽ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, അപ്പൊ വെർട്ടിക്കൽ ആയിട്ടാണ് എന്റെ സ്ട്രെയിറ്റ് ലൈൻ പോവാ. ഓരോരുത്തരും അവരവരുടെ ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് എടുത്തു. അടുത്ത കുട്ടി ഓടി വന്നിട്ട് ആ ബോർഡിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ പ്രത്യേകത എന്താ അറിയോ? അത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. ഇങ്ങനെ ഇടവിട്ട് വൈറ്റും ബ്ലാക്കും ഇടവിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. വേറെ കുട്ടി ഓടി വന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ആ ചോക്ക് എടുത്ത് വെച്ചിട്ട് ആ ഫുൾ ചോക്ക് ഒരുമിച്ച് ഒരു വലിയ വിട്ടോടുകൂടി ഒരു ലൈനാ വരച്ചത്. ആ കുട്ടിയുടെ മനസ്സിലുള്ള സ്ട്രെയിറ്റ് ലൈൻ അത്രയായിരുന്നു.
വേറെ കുട്ടി ഓടി വന്നിട്ട് ബോർഡിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഒരു കുത്താണ് ആ ബോർഡിൽ. ടീച്ചർ ചോദിച്ചിട്ട് എന്താ പോണെ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ? എന്റെ സ്ട്രൈറ്റ് ലൈൻ ബോർഡിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ഞാൻ പറഞ്ഞു വന്നത്, മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഷൻസ് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം, മനസ്സിലാക്കാം. നിങ്ങളുടെ യുക്തി അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച്, നിങ്ങളുടെ കസ്റ്റമറുടെ മനോഭാവം അനുസരിച്ച്, നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചുള്ള മറുപടി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ഒരു മാസ്റ്റർ ആവാം. ഈ ബയോട്ടോറിയത്തിൽ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്ഷൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്ഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ ബയോട്ടോറിയത്തിൽ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്ഷൻസിനെ നമ്മൾ ഈ ബയോട്ടോറിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്ഷൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് ഒബ്ജക്ഷൻസ് നേരിടേണ്ടി വരിക എന്നുള്ളതാണ് ആദ്യമായി സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ ആർക്കാണ് ഒബ്ജക്ഷൻസ് കിട്ടുക എന്നുള്ളതാണ്. ആരാണ് ഫീൽഡിൽ പണിയെടുക്കുന്നത് അവർക്കാണ് ഈ ബയോട്ടോറിയത്തിൽ ഒബ്ജക്ഷൻസ് നേരിടേണ്ടി വരിക. ആരാണ് ഡെമോ കാണിക്കുന്നത്, ആരാണ് പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്, ആരാണ് ഫീൽഡ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നത്, ആരാണ് പ്ലാൻ പ്രസന്റ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ബിസിനസ് മീറ്റിംഗ്സുകൾ കൈകാര്യം ചെയ്യുന്നവര്, ഒരു വെൽനസ് പ്രസന്റേഷൻ ആവാം, ഒരു ഹോം മീറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു BOP മീറ്റിംഗ് ആവാം, ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊക്കെയാണ് നമുക്ക് ഒബ്ജക്ഷൻസ് കേൾക്കേണ്ടി വരിക. അല്ലെങ്കിൽ ആരാണ് സ്വപ്നം കാണുന്നത്, വലിയ സ്വപ്നം ആരാണ് കാണുന്നത്, ഇത്തരത്തിലാണ് നമുക്ക് പലപ്പോഴും ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്ഷൻസ് കേൾക്കേണ്ടി വരിക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള പല രീതിയിലുള്ള ഒബ്ജക്ഷൻസ് ആളുകൾ നമ്മളോട് പറയാറുണ്ട്. പ്ലാനിനെ കുറിച്ച് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ ആളുകൾ ഒബ്ജക്ഷൻസ് നമ്മളോട് പറയാറുണ്ട്. ചില ആളുകൾക്ക് പ്ലാൻ പ്രസന്റേഷൻ കേൾക്കുമ്പോൾ അവരുടെ ശരിക്കും പറഞ്ഞാൽ ഐസി അടിച്ചു പോകും. കൃത്യമായ രീതിയിൽ വളരെ എക്സൈറ്റഡ് ആവും. പലപ്പോഴും നമുക്ക് പ്ലാൻ പ്രസന്റേഷൻ കഴിഞ്ഞു പോയാൽ പുതുതായിട്ട് കേൾക്കുന്ന വ്യക്തികൾ കൃത്യമായി ഉറങ്ങാറില്ല. കാരണം അവരുടെ മനസ്സെപ്പോഴും ആ പ്ലാനിലായിരിക്കും. അപ്പൊ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങളുള്ള ആളുകളോട് സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പല രീതിയിലുള്ള ഒബ്ജക്ഷൻസ് നേരിടേണ്ടി വരും. യഥാർത്ഥത്തിൽ ഒബ്ജക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഒബ്ജക്ഷൻസ് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വ്യക്തി നമ്മളോട് ഒബ്ജക്ഷൻസ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആശങ്കകൾ, കൺസേൺസ്, ആ വ്യക്തിയുടെ മനസ്സിലുള്ള പ്രോബ്ലംസുകള്, ആ വ്യക്തി പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഒബ്ജക്ഷൻസിലൂടെ നമ്മളോട് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം നമ്മളോട് ഒബ്ജക്ഷൻസ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിടുന്ന ഹെൽത്തുമായി ബന്ധപ്പെട്ടതോ ഫിനാൻസുമായി ബന്ധപ്പെട്ടതോ ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പലപ്പോഴും നമ്മളോട് ഒബ്ജക്ഷൻസ് ചോദിക്കുന്നത്. അദ്ദേഹം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിക്കോട്ടെ, ഒരു ബിസിനസ്മാൻ ആയിക്കോട്ടെ, ഒരു പ്രൈവറ്റ് എംപ്ലോയി ആയിക്കോട്ടെ, ഒരു വീട്ടമ്മ ആയിക്കോട്ടെ, ഏത് മേഖലയിൽ പണിയെടുക്കുന്ന വ്യക്തി ആയാലും അദ്ദേഹത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിനോടൊപ്പം നിന്ന് നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് ഇതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് പലപ്പോഴും അദ്ദേഹം നമ്മളോട് ഒബ്ജക്ഷൻസ് ചോദിക്കുക. പലപ്പോഴും ഒബ്ജക്ഷൻസ് പറയുമ്പോ, നോ കേൾക്കുമ്പോ നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. ഒരു വ്യക്തി നോ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു പേഴ്സണൽ റിജക്ഷൻ ആയിട്ടല്ല. നിങ്ങൾ പറഞ്ഞ പ്രൊഡക്റ്റുകളെ നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പ്ലാനെ അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയെ, നിങ്ങളെല്ലാം കണക്ട് ചെയ്ത വ്യക്തിയെ അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുണ്ടാവില്ല. അപ്പൊ നോ പറയുമ്പോ നമ്മൾ ഒരിക്കലും അതൊരു പേഴ്സണൽ റിജക്ഷൻ ആയിട്ട് എടുക്കരുത്, അതൊരു ബിസിനസ് റിജക്ഷൻ ആയിട്ട് എടുക്കുക. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രയോറിറ്റിയിൽ അദ്ദേഹം നോ പറഞ്ഞാൽ, നിങ്ങൾ ഫോളോ അപ്പ് റെഗുലർ ആയിട്ട് ചെയ്യാൻ തയ്യാറായാൽ നോ പറഞ്ഞ വ്യക്തി നാളെ യെസ് പറയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് റിജക്ഷൻസിനെ പേഴ്സണൽ റിജക്ഷൻ ആയിട്ട് എടുക്കാതെ ബിസിനസ് റിജക്ഷൻ ആയിട്ട് മാത്രം എടുത്തുകൊണ്ട് നാളെ പ്രയോറിറ്റൈസ് ചെയ്ത് വരുമ്പോ ഒരുപക്ഷെ നാളെ ഈ നോയെ യെസ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് ബോധ്യത്തോടു കൂടിയാണ് ഒബ്ജക്ഷൻസിനെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനി എപ്പോഴാണ് നമ്മൾ ഒബ്ജക്ഷൻസ് ഉണ്ടാവുക, തടസ്സം ഉണ്ടാവുക എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. നമുക്ക് തടസ്സം നേരിടേണ്ടി വരുന്നത് എപ്പോഴാണ്? ഒന്ന്, നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരു പേഴ്സണ പ്രൊഡക്റ്റിൽ യാതൊരു താല്പര്യമില്ല.
അപ്പൊ അദ്ദേഹം ഒബ്ജക്ഷൻസ് നിങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒബ്ജക്ഷൻസ് പറയും. നിങ്ങൾ പറഞ്ഞ ബിസിനസ് പ്രപ്പോസലും പ്ലാനും പ്രൊജക്റ്റും നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബിസിനസ്സിൽ അദ്ദേഹത്തിന് യാതൊരു താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹം ഒബ്ജക്ഷൻസ് പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കും. 3, നിങ്ങൾ ആരാണോ അദ്ദേഹത്തെ കണക്ട് ചെയ്ത വ്യക്തിയിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ലെങ്കിൽ, അദ്ദേഹത്തിനോട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒബ്ജക്ഷൻസ് പറയുമെന്നുള്ളതാണ്. നീ മറിച്ച് വേണ്ടി ചിന്തിക്കാം. ഒരു വ്യക്തിക്ക് ഒബ്ജക്ഷൻ പറയുന്നതിന്റെ കാരണത്തില് അടുത്തത് അയാൾക്ക് പ്രോഡക്റ്റിൽ താല്പര്യമുണ്ട്, ഒബ്ജക്ഷൻ പറയും. താല്പര്യമുണ്ടെങ്കിൽ ഒബ്ജക്ഷൻ പറയും. ബിസിനസ് പ്ലാനിൽ താല്പര്യമുണ്ട്, ബിസിനസ് പ്രൊജക്റ്റിൽ താല്പര്യമുണ്ടെങ്കിൽ ഒബ്ജക്ഷൻസ് പറയും. അദ്ദേഹത്തിന് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിലും അദ്ദേഹം ഒബ്ജക്ഷൻ പറയും. അപ്പൊ നമ്മുടെ ജോലി എന്താണ്? അയാൾക്ക് ശരിക്കും ഈ പ്രൊഡക്റ്റിലോ ബിസിനസ്സിലോ നിങ്ങളിലോ താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയലാണ് നമ്മുടെ ജോലി എന്നുള്ള ഫീൽഡിൽ പോകുമ്പോൾ. അപ്പോ ഈ രീതിയിലാണ് ഒബ്ജക്ഷൻസ് ഉണ്ടാവുക. അയാൾക്കുടെ ഇൻട്രസ്റ്റിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഒബ്ജക്ഷൻസ് 2 രീതിയിലും വരും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഒബ്ജക്ഷൻസിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒബ്ജക്ഷനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. പലപ്പോഴും നമ്മൾ ഫീൽഡിൽ പോകുന്ന സമയത്ത് ഒരു പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റുള്ള കുറച്ചു പേരെ ആദ്യമായിട്ട് കാണാൻ പോകുന്ന സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ വളരെ ശ്രദ്ധിക്കും. കാരണം നമ്മുടെ മുഴുവൻ പ്രതീക്ഷയും ഈ ആ വ്യക്തികളിലായിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. കാരണം ഈ വ്യക്തി യെസ് പറഞ്ഞാലാണ് ഈ ബിസിനസ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയായിരിക്കും നമ്മൾ ആ വ്യക്തിയെ കാണാൻ പോവുക. പലപ്പോഴും ആ വ്യക്തി നമ്മളോട് നോ പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് വല്ലാതെ താഴേക്ക് പോകും. അപ്പൊ നമ്മൾ ഇനിഷ്യൽ റിജക്ഷൻസ് ഈ ബിസിനസ്സിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രോസ്പെക്റ്റിങ്ങിലുള്ള സെലക്ഷനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ആ വ്യക്തിയുമായുള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. കൃത്യമായ സെലക്ഷനും ബന്ധങ്ങളും ഒക്കെ പ്രശ്നമാണെങ്കിൽ, ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ് തുടക്കത്തിൽ യെസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ നോ കേട്ടാൽ നമ്മൾ വൈകാരികമായി നമ്മൾ ആകെ വെപ്രാളപ്പെട്ടു പോകരുത് കാര്യമില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒരു ലോട്ടറി അടിച്ച ഒരാളുടെ മാനസികാവസ്ഥയിലാവണം. ലോട്ടറി അടിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കാശ് കിട്ടണമെങ്കിൽ 5-6 മാസം കഴിയും എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ 6 മാസക്കാലം അയാളുടെ മുഖത്തുണ്ടാവുന്ന മാനസികാവസ്ഥയും സന്തോഷം ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് പോലെയാണ് ഈ ബയോട്ടറി ഒരു ലോട്ടറി ആണെന്നും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ബയോട്ടറി നിങ്ങൾക്ക് തരുന്നത് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ഹാപ്പി ആയിട്ട് നിങ്ങളുടെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ആളുകൾ നിങ്ങളോട് ഒബ്ജക്ഷൻസും റിജക്ഷൻസും പറയുമ്പോൾ അതൊരു പേഴ്സണൽ ഫീലിങ്സിൽ എടുക്കാതെ നിങ്ങൾ ആളുകളുമായി ഇടപെടുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒബ്ജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ ഇമോഷണല് കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്ലാനുകൾ പറയുമ്പോഴും ബിസിനസ് പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഒക്കെ ആളുകൾ നിങ്ങളോട് പല രീതിയിൽ നിങ്ങൾക്ക് റിജക്ഷൻസ് നേരിടേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ ആത്മസംയമനം എന്താ പറയാ പാലിച്ചുകൊണ്ട് നിങ്ങൾ വളരെ കൺട്രോൾഡ് ആയിട്ട് കൂടി അവരോട് വളരെ സൗമ്യതയോടുകൂടി പുഞ്ചരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒബ്ജക്ഷൻസിനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ഒബ്ജക്ഷൻസ് എന്ന് പറയാം. നിങ്ങൾ ഒബ്ജക്ഷൻസ് പല കാറ്റഗറൈസ് ചെയ്ത ഒബ്ജക്ഷൻസ് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. ഒന്ന്, ഈ ബയോട്ടോറിന്റെ പ്രൈസുമായി ബന്ധപ്പെട്ടുള്ള ഒബ്ജക്ഷൻസ് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരാം. പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത് ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകളല്ലേ, മാഗ്നറ്റിസത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടോ, ഈ പ്രൊഡക്റ്റ് നമുക്ക് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റും, ഈ പ്രൊഡക്റ്റിന് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ, അത്തരത്തിൽ പ്രൊഡക്റ്റ് വെൽനസ് പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള പല രീതിയിലുള്ള ഒബ്ജക്ഷൻസ് പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് കേൾക്കാൻ പറ്റും, സർവീസസ് റിലേറ്റഡ് ആക്കി കേൾക്കാൻ പറ്റും, കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള ഒബ്ജക്ഷൻസ് നമുക്ക് കേൾക്കേണ്ടി വരും. ഈ കമ്പനി നിലനിൽക്കുമോ, ഈ കമ്പനി പൂട്ടിപ്പോകുമോ, ഈ കമ്പനി ലീഗലാണോ, ഈ ആളുകൾക്ക് ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് സമയവുമായി ബന്ധപ്പെട്ടുള്ള ഒബ്ജക്ഷൻസ് നമുക്ക് കേൾക്കാൻ പറ്റും. എനിക്ക് സമയമല്ല ഈ ബിസിനസ് ചെയ്യാൻ, എനിക്ക് സമയമില്ല, പണമില്ല, അത്തരത്തിലുള്ള പല ഒബ്ജക്ഷൻസും നമുക്ക് കേൾക്കാൻ പറ്റും. കോമ്പറ്റീഷനായിട്ട് ബേസിട്ടുള്ള ഒബ്ജക്ഷൻസ് കേൾക്കാൻ പറ്റും. ഡയറക്ട് സെല്ലിംഗ് മേഖലയെ ബന്ധപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള ഒബ്ജക്ഷൻസുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ കമ്പനിയുടെ ലയബിലിറ്റിനെയും ലീഗലൈസേഷനെയും കുറിച്ചുള്ള ഒബ്ജക്ഷൻസും ഒക്കെയാണ് നമുക്ക് ഫീൽഡിൽ നിന്ന് പ്രധാനമായും നമുക്ക് നേരിടേണ്ടി വരുന്ന ഒബ്ജക്ഷൻസ്. ഇത്തരത്തിലുള്ള ഒബ്ജക്ഷൻസ് ആളുകൾ പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒന്ന്, അവർ പറയുന്ന കാര്യം വളരെ ക്ഷമയോടുകൂടി നമ്മൾ കേൾക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ചെവിയും 1 വായും ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ളത് എന്തിനാണ്? നമ്മൾ സംസാരിക്കുന്നതിൽ കൂടുതൽ കേൾക്കണം എന്നുള്ളതാണ്. അപ്പൊ ഫീൽഡ് ഫോഴ്സിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക, ഫോളോപ്പിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല ഒരു ലിസണർ ആവുക, കൂടുതൽ സമയം അവരെ കേൾക്കുക. പിന്നെ അവരോട് ചെറിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. കാരണം അവരുടെ ഉള്ളിൽ ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് അവരെ തടസ്സപ്പെടുത്തുന്ന പേടി എന്താണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഒബ്ജക്ഷൻ ഹാൻഡിലിംഗിലെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കിനെയാണ് ഫീൽ ഫെൽറ്റ് ഫൗണ്ട് എന്ന് പറയുക. അതായത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുക, അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ തിരിച്ചറിയുക, അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ അനുഭവിക്കുക, അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ തിരിച്ചറിയുക. ഈ 3 കാര്യങ്ങൾ ഫീൽ ഫെൽറ്റ് ഫൗണ്ട് ടെക്നിക്ക് ഉപയോഗിക്കുന്നതാണ് ഒബ്ജക്ഷൻ ഹാൻഡിലിംഗിൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ബിസിനസ്സിൽ ഒരാൾ പരാതി അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അവരോട് വഴക്കിടരുത്, ഒരിക്കലും അവരോട് ദേഷ്യപ്പെടരുത്. കാരണം അവര് ഈഗോനെ ഹർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരിക്കലും നിങ്ങളോട് പ്രൊഡക്റ്റ് വാങ്ങില്ല, ഒരിക്കലും നിങ്ങളോട് ബിസിനസ് ജോയിൻ ചെയ്യില്ല, മറ്റാരുടെയും കൂടെ ചെയ്യും, അല്ലെങ്കിൽ മറ്റാരുടെ അടുത്ത് വാങ്ങും. അതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെ പിണക്കാതെ അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് ഒരു മികച്ച രീതിയിൽ നമ്മൾ ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്യണം ഒരു വ്യക്തിയാവുക. ഒരു വ്യക്തി പറയുന്ന കാര്യം നോ ആണ് അല്ലെങ്കിൽ തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും ആ പറയുന്ന വ്യക്തി പറയുന്ന കാര്യം തെറ്റാണെന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഒബ്ജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാം. എന്താണ് ഫീൽ ഫെൽറ്റ് ഫോർമുല, ഫൗണ്ട് ഫോർമുല? ഒബ്ജക്ഷൻ ഹാൻഡിലിംഗിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയന്റിഫിക് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നിക്കുകളാണ് ഫീൽ ഫെൽറ്റ് ഫൗണ്ട് ഫോർമുല എന്ന് പറയുന്നത്. ആദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണമെന്നും അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടമെന്നും അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഘടകമാണ് ഈ ഫീൽ ഫെൽറ്റ് ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങളോടെ കുറിച്ച് അദ്ദേഹം പറയണ ഉൽപ്പന്നത്തിന്റെ വിലയൊക്കെ കൂടുതലാണ് കേട്ടോ എന്ന് പറയുമ്പോ നിങ്ങൾ എന്ത് പറയണം? ആര് പറഞ്ഞ ഉൽപ്പന്നത്തിന്റെ വില കൂടുതലാണ്? ഒരിക്കലും നിങ്ങൾ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് പറയണം? സാർ, ഞാൻ ഉൽപ്പന്നത്തെ കുറിച്ച് ആദ്യം കേട്ട സമയത്ത് എനിക്കും തോന്നിയ കാര്യം ഇതാണ്, ഉൽപ്പന്നത്തിന്റെ വില കൂടുതലായെന്ന് എനിക്കും തോന്നിയിരുന്നു. പക്ഷെ ഞാന് ഈ ഉൽപ്പന്നത്തെ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഇതുപോലെ തോന്നിയിരുന്നെങ്കിലും ഈ ബിസിനസ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്ത സമയത്ത്, ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച സമയത്ത് അത് കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഉൽപ്പന്നത്തിന്റെ വില കൂടുതലാണെന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല സാർ. കാരണം ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നമുക്കറിയാം, ഒരു പനി വന്നാൽ പോലും നമുക്ക് 10,000 രൂപ നമുക്ക് ചെലവ് വരുന്ന സമയത്ത് ജീവിതകാലം മനുഷ്യൻ വർഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പല ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനും വളരെയധികം ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഈ പ്രൊഡക്റ്റുകളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഫീൽ ഫെൽറ്റ് ഫൗണ്ട് ഫോർമുല ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്, എന്താണ് നിങ്ങൾ കണ്ടെത്തിയത്, എന്താണ് നിങ്ങൾ ബോധ്യപ്പെട്ടത് എന്നുള്ളതാണ് ഫീൽ ഫെൽറ്റ് ഫൗണ്ട് ഫോർമുല എന്നുള്ള ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ, നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടായപ്പോ, നിങ്ങൾക്കൊരു തടസ്സം ഉണ്ടായപ്പോ, നിങ്ങൾ ആ തടസ്സത്തിനെ നിങ്ങൾ എങ്ങനെയാണ് മറികടന്നത്? ആ ഉൽപ്പന്നം ഞാൻ ഉപയോഗിച്ച സമയത്ത് എന്റെ ബോഡിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങള്, എനിക്ക് കിട്ടിയിട്ടുള്ള ഉണർവുകള്, എന്റെ ശരീരത്തിലെ പെയിൻ മാറി, എന്റെ ലൈഫ് സ്റ്റൈൽ സംബന്ധമായ പല ഡിസീസുകൾക്കും ഒരു പരിധി എന്നുള്ളത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല സാർ. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ കിട്ടിയ ആളുകൾക്ക് കിട്ടിയിട്ടുള്ള നിരന്തരമായ റിസൾട്ടുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിന് കിട്ടിയിട്ടുള്ള വില എന്നുള്ളത് കൂടുതലാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ബോധ്യത്തിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. ഈ ആക്ഷേപങ്ങളെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടി വരിക? നമുക്കറിയാം,
ഫീൽ ഫെൽറ്റ് ഫൗണ്ട് ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് ഈ ആക്ഷേപങ്ങളെ അല്ലെങ്കിൽ തടസ്സങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഒന്നാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവര് നിങ്ങളോട് ഒബ്ജക്ഷൻസ് തടസ്സങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അവരോട് നിങ്ങൾക്ക് എന്താ പറയാ, അവര് പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് സമ്മതിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഉദാഹരണമായി സെയിൽസില് നിങ്ങൾക്ക് വില കൂടുതലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ, യെസ് ബട്ട് തിയറി ഉപയോഗിക്കണം. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, സാറ് പറയുന്നത് ശരിയാണ്, പക്ഷേ ഈ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരുത്താൻ പറ്റും. മറിച്ച് സാറ് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാലോ അദ്ദേഹത്തിന്റെ ഈഗോ ഹർട്ടാവും. അപ്പോ അവരെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ട്, അവരുടെ യാഥാർത്ഥ്യങ്ങൾ, അവരുടെ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ തെറ്റിദ്ധാരണകളാണെന്നും അവരെ സംബന്ധിച്ച് അതല്ല യഥാർത്ഥത്തിലുള്ള സത്യമെന്നും അവരെ ബോധ്യപ്പെടുത്തലാണ് നമ്മുടെ രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തത്, അവരുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് മൂന്നാമത്തത്. അപ്പൊ ഫീൽ ഫെൽറ്റ് ഫൗണ്ട്. ഇനി നമ്മൾ കിടക്കുന്ന ഒബ്ജക്ഷൻസിലേക്കാണ്. അനുഭവിക്കുക, മനസ്സിലാക്കുക, കണ്ടെത്തുക. ഇതാണ് നമ്മുടെ ഈ ഒബ്ജക്ഷൻസിന്റെ കീ എന്ന് പറയുന്നത്. അനുഭവിക്കുക, മനസ്സിലാക്കുക, കണ്ടെത്തുക. ഒന്നാമത്തെ ഒബ്ജക്ഷൻ, ഈ ഉൽപ്പന്നങ്ങളുമായിട്ട് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഉൽപ്പന്നങ്ങൾക്ക് റിസൾട്ട് ഉള്ളതാണോ? ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ആൾക്കാർക്ക് ഇതിന്റെ കുറിച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് എന്റെ സുഹൃത്ത് എന്നോട് കളി പറയില്ല എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന് ഈ ബിസിനസ് റിസൾട്ട് കിട്ടിയോണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ ബിസിനസ് എന്നോട് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്നോട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, സാറേ അടിപൊളി ഉൽപ്പന്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന പല ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ വെൽനസ് സപ്ലിമെന്റ്സ് കൊണ്ട് പറ്റും. അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ, മോഡേൺ യുഗത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ്. അതുകൊണ്ട് ഇതിന്റെ റിസൾട്ടുകൾ വളരെ വലുതാണെന്ന് അവർ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഉൽപ്പന്നത്തിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്ഷൻ ആണെങ്കിൽ നമുക്ക് അത്തരത്തിൽ അതിനെ നമുക്ക് ഈ ഫോർമുലയിലൂടെ നമുക്ക് അവർക്ക് ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫീൽഡിൽ കേൾക്കേണ്ടി വരുന്ന ഒബ്ജക്ഷനാണ്, വില കൂടുതലല്ലേ? അല്ലെ, പലപ്പോഴും നമ്മൾ ഫീൽഡിൽ പോകുന്ന സമയത്ത് നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു ഒബ്ജക്ഷനാണ്, വില കൂടുതലല്ലേ? സാറ് പറയുന്നത് ശരിയാണ്. ഈ തുടക്കത്തിൽ ഈ പ്രോഡക്റ്റിന്റെ വിലയൊക്കെ കേട്ട സമയത്ത് എനിക്കും തോന്നിയിട്ടുണ്ട് വില ഇത്തിരി കൂടുതലല്ലേ എന്നുള്ളത്. പക്ഷെ ഈ സത്യത്തില് ഈ ബയോട്ടോറിയം ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഇത് വില ഒട്ടും കൂടുതലല്ല. കാരണം എന്താ, ഈ ഉൽപ്പന്നം ഉപയോഗിച്ച ആളുകൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ അത്ഭുതകരമായ റിസൾട്ടുകളാണ്. ഒരുപക്ഷെ വർഷങ്ങളായിട്ട് ആളുകൾ നേരിടേണ്ടി വരുന്ന സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങള്, പൈൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങള്, പിന്നെ ഡയബറ്റിക്കും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനുമായി ബന്ധപ്പെട്ടുള്ള ബിപിയുമായി ബന്ധപ്പെട്ടുള്ളത്, കൊളസ്ട്രോൾ ആയിട്ട് ബന്ധപ്പെട്ടത്, ലൈഫ് സ്റ്റൈൽ ഡിസീസസുമായിട്ടുള്ള പല പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയുള്ള പരിഹാരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതകാലം ബുദ്ധിമുട്ടുന്ന പല ആളുകൾക്കും ഈ പ്രൊഡക്റ്റ് ഭയങ്കരമൊരു അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് അത് മാത്രമല്ല, ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്കൊരു ലൈസൻസും കൂടി കമ്പനി ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ നല്ലതാണെങ്കിൽ നാളെ നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉൽപ്പന്നം റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഇത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കാനുള്ള അവസരവും നമുക്ക് തരുന്നുണ്ട്. ഉൽപ്പന്നം നമുക്കൊരു 4-5 ഉൽപ്പന്നങ്ങൾ വിറ്റാൽ പോലും നമ്മളെ വില കൂടുതലല്ല. കാരണം നിലവിൽ നമുക്ക് കിട്ടുന്ന ലൈസൻസ് എന്ന് പറയുന്നത് ഇബയോട്ടിയുടെ നിലവിൽ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളും ഇനി ഫ്യൂച്ചറിൽ കൊണ്ടുവരാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളും ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളുമായി ചേർന്ന് വിൽക്കാനുള്ള ലൈസൻസ് ആണ്. സോ ഓപ്പർച്യൂണിറ്റി വലുപ്പം പറഞ്ഞുകൊണ്ട് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ചെയിൻ സിസ്റ്റം ആണോ പലപ്പോഴും നമ്മൾ ആളുകൾ നേരിടേണ്ടി വരുന്ന ഒരു ഒബ്ജക്ഷൻസിൽ പലപ്പോഴും പ്രധാനപ്പെട്ടതാണ്. ആളുകൾ ചോദിക്കും, നമ്മൾ ബിസിനസ് പ്ലാൻ ഒക്കെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇത് 1-2 ഇങ്ങനെ ആളുകളെ ചേർത്തിട്ട് ചെയിൻ പോലെ പോണ പരിപാടി വല്ല ആണോ?
അല്ലെ? പലപ്പോഴും നമുക്ക് ഈ ബിസിനസ് പ്ലാനൊക്കെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ അത്തരത്തിൽ ആളുകൾ ഇതിനുമായി തെറ്റിദ്ധരിക്കാറുണ്ട്. ഇന്ന് മാർക്കറ്റിൽ വരുന്ന പല ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റുകളും കോപ്പി ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്ലാനുകളെ തന്നെ ആയതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളും പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയുടെ പ്ലാനുകളും തമ്മിൽ ആളുകളുടെ ഉള്ളിൽ പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട്. ആളുകളോട് നമ്മൾ ചെയിൻ സിസ്റ്റം ആണെന്ന് ചോദിച്ചാൽ ആളുകളോട് നമ്മൾ പറയേണ്ടത് എന്താണ്? ഇത് ആളുകളെ ചേർക്കുമ്പോൾ കാശ് കിട്ടുന്ന ബിസിനസ് അല്ല. ഇവിടെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വിൽക്കുന്നത്. ഇവിടെ ഉൽപ്പന്നങ്ങളുടെ ടേൺ ഓവറിനനുസരിച്ചിട്ടാണ് നമുക്കിവിടെ വരുമാനം കിട്ടുന്നത്, അല്ലാതെ ആളുകളുടെ എണ്ണത്തിനല്ല. ഇത് 100% ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്, ഇത് ചെയിൻ അല്ല എന്നുള്ള കാര്യം നമ്മൾ ആളുകളെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. ഇനി ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഇതൊരു മണി ചെയിൻ ബിസിനസ് ആണോ? പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ബോധ്യമില്ലാത്തത് കൊണ്ട് ഇതിനെ മണി ചെയിൻ, ഒരുപാട് മീഡിയാസും കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് ഹൈപ്സുകൾ ഉണ്ടാക്കിയതുകൊണ്ട് മണി ചെയിൻ ആണോ എന്ന് പലപ്പോഴും ആളുകൾ ഇതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ എന്താണ് മണി ചെയിൻ എന്ന് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്, ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണെന്നും ഇത് ഗവൺമെന്റ് അംഗീകൃത ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് മോഡലിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നും ഇന്ന് ഗവൺമെന്റ് ഈ മേഖലയിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഡയറക്ട് സെല്ലിംഗ് റൂൾസ് 2021 എല്ലാം പാലിച്ചുകൊണ്ട് കൃത്യമായ എല്ലാ സർട്ടിഫിക്കേഷൻസിലോടുകൂടി 100% ലീഗലായി 100% എത്തിക്കലായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെന്നും ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഒരു മണി ചെയിൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരാൻ പറ്റുമോ? ഒരു മണി ചെയിൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ഇയർ അവാർഡ് കിട്ടുമോ? ഒരു മണി ചെയിൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം MSME അവാർഡ് കിട്ടുമോ? ഒരു മണി ചെയിൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിരവധി അവാർഡ്സും റിവാർഡ്സും വാരിക്കൂട്ടുള്ള ബെസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ദി ഇയർ, ബെസ്റ്റ് മാർക്കറ്റിംഗ് പ്ലാൻ, ബെസ്റ്റ് ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ്, അതുപോലെ നിരവധി അവാർഡ്സും കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്നുള്ളത് നമുക്ക് സമർത്ഥിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒബ്ജക്ഷൻസിന് നമുക്ക് ആ രീതിയിൽ കൈകാര്യം ചെയ്യാം. ഇനി പലപ്പോഴും ആളുകൾ ചോദിക്കേണ്ട, ഇത് ലീഗാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒബ്ജക്ഷൻസ് നമുക്ക് പലപ്പോഴും ആളുകൾ ചോദിക്കും. വെയിൽഫെഡ് ഫൗണ്ടർ ഫോർമുലയിൽ നമുക്ക് എന്താണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക? ഈ ബിസിനസ്സിൽ കടന്നു വരുന്ന സമയത്ത് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ കമ്പനി 100% ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പരിശോധിക്കാൻ പറ്റുവാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ഓൺലൈനിലാണ്. ഇത് 100% സുതാര്യമാണ്, 100% ലീഗലാണ്, ഇത് 100% എത്തിക്കലായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണെന്ന് നമുക്ക് ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നീട് അടുത്തൊരു ഒബ്ജക്ഷൻ ആണ്, ഇത് ക്ലിനിക്കലി പ്രൂവൺ ആണോ? ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ക്ലിനിക്കൽ പ്രൂവൺ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ? പലപ്പോഴും നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്ഷൻ ആണ്. ഉൽപ്പന്നങ്ങള് തുടക്കത്തിൽ നമുക്ക് ആശങ്ക ഉണ്ടാവും. ഒരു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പല ആശങ്കകൾ ഉണ്ടാവും. പക്ഷേ ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നിരവധി ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അതിനെല്ലാത്തിനും ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റിനായിക്കോട്ടെ വെൽനസ് പ്രൊഡക്റ്റിനായിക്കോട്ടെ കൃത്യമായ രീതിയിലുള്ള ശാസ്ത്രീയ അടിത്തറ ഉള്ള ഉൽപ്പന്നങ്ങളാണ് കമ്പനി വിൽക്കുന്നത്. അതുപോലെ തന്നെ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകളായെങ്കിൽ പോലും അതിന് കൃത്യമായ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആയുഷിന്റെ അണ്ടറിലാണ് മാഗ്നറ്റിക് തെറാപ്പി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെൽനസ് സപ്ലിമെന്റ്സുകളും പൂർണ്ണമായും ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്, പ്രൂവൺ ആണ്. 100% എന്താ പറയാ, ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ 100% മെഡിക്കൽ ഗ്രേഡഡ് മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളാണെന്നും യാതൊരു സൈഡ് എഫക്ട്സ് ഇല്ല എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെൽനസ് സപ്ലിമെന്റ്സുകളെല്ലാം തന്നെ നാച്ചുറൽ ആണ് എന്നുള്ള കാര്യവും അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നതാണ്. സോ ക്ലിനിക്കൽ റിസൾട്ടുകളെ കുറിച്ചുള്ള ഒബ്ജക്ഷൻസിന് നമുക്ക് ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ അടുത്ത ഒബ്ജക്ഷൻ ആണ് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ബാധ്യത. കമ്പനി ലീഗലാണോ? കമ്പനി നിൽക്കുവോ? കമ്പനി പൂട്ടിപ്പോവോ? കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ചില ഒബ്ജക്ഷൻസുകൾ നമുക്ക് ഫീൽഡിൽ നിന്ന് കേൾക്കാൻ പറ്റും. ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കും തോന്നിയിട്ടുണ്ടാവും, ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനി നിൽക്കുമോ? മാർക്കറ്റിൽ വരുമ്പോൾ പല കമ്പനികളും തുടങ്ങുകയും പൂട്ടിപ്പോയ കഥകളൊക്കെ ഒരു പക്ഷെ നമുക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പൊ ഇതുപോലെ തന്നെ കമ്പനി കൃത്യമായിട്ട് ഇതൊരു
ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നും കഴിഞ്ഞ 2022 ഒക്ടോബറിൽ തുടങ്ങിയ ഈ കമ്പനി കൃത്യമായിട്ട് ഈ 2026 മാർച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി പ്രൊഡക്ട്സുകളും കമ്മീഷൻസും കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കമ്പനിയാണെന്നും അതുകൊണ്ട് തന്നെ ഈ കമ്പനി പൂട്ടിപ്പോകേണ്ട യാതൊരു കാര്യമില്ലെന്നും കൃത്യമായ രീതിയിൽ ഈ കമ്പനി ഇതിന്റെ കമ്മീഷൻസും ടാക്സേഷനും കൃത്യമായി ഓൾറെഡി കൊടുത്തിട്ടുണ്ടെന്നും ലാഭത്തിലുള്ള ഒരു കമ്പനി പൂട്ടിപ്പോകേണ്ട യാതൊരു സാഹചര്യം ഇല്ലെന്നും ഇത് 100% പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണെന്നും ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ കമ്പനിയുടെ ബാധ്യത അല്ലെങ്കിൽ പൂട്ടിപ്പോകുമെന്ന് ചോദിച്ച ആളോട് നമുക്ക് ആ രീതിയിൽ പറയാൻ പറ്റും. ചില ആളുകൾ പറയും എനിക്ക് സമയമില്ല കേട്ടോ, ബിസിനസ് ചെയ്യാൻ ഇപ്പൊ സമയമില്ല, ഭയങ്കര തിരക്കാ. സമയമില്ല എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും അതവർക്ക് ഒബ്ജക്ഷനാണ്. പല മേഖലകളിൽ ഏതെങ്കിലും മേഖലകളിൽ ആളുകൾ എൻഗേജ്ഡ് ആയിരിക്കും. ഒരുപക്ഷെ ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബ് അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും പ്രൊഫഷനുമായിട്ട് ഏതെങ്കിലും സ്കില്ല് മേഖലയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടാവും. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സമയമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ, ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ചെത്തുന്ന ഞാൻ എങ്ങനെയാണ് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുക? പക്ഷേ നമ്മൾക്ക് സമയമില്ലെങ്കിലും നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾക്ക് ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നാളെ അവരുടെ സമയവും നമ്മുടെ സമയവും ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ സമയത്തെ മാത്രം ബേസ് ചെയ്ത് വരുമാനം ഉണ്ടാകുന്ന ഒരു മേഖലയല്ല ഡയറക്ട് സെല്ലിംഗ്. നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുത്താൽ നമുക്ക് ഒരു മനുഷ്യായുസ് മുഴുവൻ പണിയെടുത്താൽ കിട്ടുന്ന നേട്ടങ്ങൾ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 4-5 വർഷങ്ങൾ കൊണ്ട് ഡയറക്ട് സെല്ലിംഗ് മേഖലയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നും നമ്മുടെ ശിഷ്ട ജീവിതം അടിച്ചു പൊളിച്ച് എൻജോയ് ജീവിക്കാൻ പറ്റുമെന്ന് അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ജോലിയോടൊപ്പം നിങ്ങളുടെ ബിസിനസ്സിനോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് ഈ ബിസിനസ് തുടങ്ങാമെന്നും നാളെ ഈ ബിസിനസ്സിലുള്ള വരുമാനം നിങ്ങളുടെ പ്രധാന വരുമാനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഈ ബിസിനസ്സിന് കൂടുതൽ സമയം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നും കൺവിൻസ് ചെയ്തുകൊണ്ട് സമയമില്ല എന്നുള്ള ഒബ്ജക്ഷനെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് കട്ട് ചെയ്യാനും അവരെ കൊണ്ടുവരാൻ പറ്റും. ചില ആൾ പറയുന്നത് കാശില്ല, ഈ ബിസിനസ് ഇപ്പൊ ചെയ്യുന്നതിന് എനിക്ക് ഈ കാശില്ല. ഈ ബിസിനസ്സിൽ കടന്നു വന്ന ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം അവർക്ക് കിട്ടിയ പണം പലപ്പോഴും തികയാതെ ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളാണ്. മലയാളി എന്നും അഡ്ജസ്റ്റ്മെന്റിന്റെ ആൾക്കാരാണ്. ഇന്ന് ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പെട്രോളിന്റെ വില കൂടും, ഗ്യാസിന്റെ വില കൂടും, അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടും. പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതനുസരിച്ച് വിലക്കയറ്റം ഉണ്ടാവും. പണമില്ല എന്ന് തോന്നുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ബിസിനസ്സിനുമായിട്ട് വന്നിട്ടുള്ളത്. കാരണം ഇന്ന് പണം ഉണ്ടാക്കാൻ പറ്റുന്ന, സാധാരണക്കാരന് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ ഒന്നാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. ഇതിൽ ഈ ബിസിനസ് തുടങ്ങുന്നതിന് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്, ഒരു 5000 രൂപയ്ക്ക് താഴെ പോലും നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ചെയ്യാൻ തയ്യാറായാൽ ഇതിലൂടെ വലിയ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പണമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്ന് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചില ആളുകൾ ചോദിക്കേണ്ടത് ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ് അല്ലേ? പല ആളുകൾക്കും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സിനോട് അല്ലെങ്കിൽ MLM ബിസിനസ്സിനോടൊക്കെ വളരെ പുച്ഛമായ, കാരണം ഈ ബിസിനസിന്റെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ട്, ഈ ബിസിനസിനെ കുറിച്ച് സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട്, ഒരു സാധാരണക്കാരൻ ഈ ബിസിനസ്സിൽ വന്ന് വെക്കാൻ പറ്റുന്ന ഈ ബിസിനസ് കൊടുക്കുന്ന പ്ലസ് പോയിന്റ്സുകൾ മനസ്സിലാക്കാത്തത് കൊണ്ട് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ഇപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലല്ല പൊതുജനം ഉള്ളത്. പക്ഷെ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്, ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്ത് 8 വർഷം വർക്ക് ചെയ്തു, 10 വർഷം വർക്ക് ചെയ്തു, 20 വർഷം വർക്ക് ചെയ്തു, എന്നെ സംബന്ധിച്ചിടത്തോളം സേവിങ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും സേവിങ്സ് ഉണ്ടാവണമെന്നില്ല. 95% ആളുകൾക്കും സേവിങ്സ് എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായ സത്യം. മ്യൂട്ട് ചെയ്യാം പ്ലീസ്. വണ്ടിയിലല്ലേ അപ്പൊ അതിലിട്ട് പോരാലോ. ഓക്കെ, അപ്പോ ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് MLM ആണോ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിനോട് നീരസമുള്ള ആളുകളെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരെ പല രീതിയിലുള്ള ഒബ്ജക്ഷൻസ് നമ്മൾ പറയാറുണ്ട്. ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇതൊരു ടീം വർക്ക് ആണ്.
പല ആളുകളുടെ കഴിവുകളും അറിവുകളും ഒരുമിച്ച് മാറ്റിക്കൊണ്ട് നമ്മുടേതായ രീതിയിൽ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് മാത്രം മതി നിങ്ങൾ 8-10 വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വലിയ വരുമാനം നമുക്ക് ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഒരു നല്ല ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിലേക്ക് വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് ആണിത് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ചില ആൾക്കാർ കണ്ടു എനിക്ക് വിൽക്കാനൊന്നും അറിയില്ല, വിൽക്കാൻ കഴിവൊന്നുമില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആളുകൾക്ക് പലതും വിറ്റുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു സ്കൂൾസിലോ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ നല്ല രീതിയിൽ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളൊരു മാരേജ് പ്രപ്പോസലുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വിൽക്കാൻ പറ്റുന്നുണ്ട്. മനുഷ്യന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നല്ലതാണെങ്കിൽ മറ്റുള്ളവർ റെക്കമെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. ഇന്നൊരു സിനിമ വിജയിക്കുന്നത്, ഒരു മൂവി വിജയിക്കുന്നത്, ഒരു റെസ്റ്റോറന്റ് വിജയിക്കുന്നത്, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് വിജയിക്കുന്നത് നല്ലതാണെന്ന് ആളുകളെ റെക്കമെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വിൽക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഏതെങ്കിലും രീതിയിൽ നമ്മൾ പല രീതിയിൽ ഉൽപ്പന്നങ്ങൾ റെക്കമെൻഡ് ചെയ്യോ വിൽക്കുകയോ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ അത് ഏറ്റെടുത്ത് ചെയ്താൽ നാളെ ഈ ബിസിനസ്സിലൂടെ നമുക്കും നേട്ടം ഉണ്ടാക്കിക്കാൻ പറ്റും. ഇനി നാളെ നിങ്ങൾ വിറ്റില്ലെങ്കിൽ പോലും നിങ്ങളോടൊപ്പം വിൽക്കാൻ ഒരു ടീം ഉണ്ടെങ്കിൽ ടീം വിൽക്കുമ്പോഴും നിങ്ങൾക്ക് ഇതിലൂടെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ വിൽപ്പന നടത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മളെല്ലാം അറിഞ്ഞോ അറിയാതെ പല സാധനങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ പറയാൻ പറ്റും. ചില ആൾ ചോദിക്കുന്ന ഒരു ഒബ്ജക്ഷൻ, ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ട് പറയാം കേട്ടോ, ഡോക്ടർ പറഞ്ഞ് ഞാൻ നോക്കാം. പലപ്പോഴും നമുക്കും ഇതുപോലുള്ള ആശങ്കകൾ ഉണ്ടാവും. ഈ ഉൽപ്പന്നങ്ങളെല്ലാം 100% നാച്ചുറൽ, ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ 100% നാച്ചുറൽ ആണ്. വെൽനസ് ഉൽപ്പന്ന സപ്ലിമെന്റ്സുകളെല്ലാം 100% നാച്ചുറൽ ആയ ഉൽപ്പന്നങ്ങളാണ്. ഇതിൽ വലിയ രാസവസ്തുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന് ഡോക്ടറുടെ നിർദ്ദേശം ആവശ്യമില്ല. ഡോക്ടറുടെ ഉപദേശം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അംഗീകൃത സർട്ടിഫിക്കേഷൻസിനും അതുപോലെ തന്നെ ആ രീതിയിലുള്ള ടെസ്റ്റിങ്സിനും വിധേയമായിട്ടുള്ളതാണ്. ഇത് ഉപയോഗിക്കുന്നത് 100% സുരക്ഷിതമാണ് എന്ന് അവരോട് പറയാം. അപ്പൊ ഡോക്ടറുടെ നിർദ്ദേശം ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന് ആവശ്യമില്ല, പക്ഷെ എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന. ചില ആളുകൾ പറയുന്നതാണ്, ഭാര്യ പറയും ചേട്ടനോട് ചോദിക്കട്ടെ, ചേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ പറയാം. ഭർത്താവ് എന്ത് പറയും, ഭാര്യയോട് ചോദിച്ചിട്ട് പറയാം. അല്ലെങ്കിൽ അച്ഛനമ്മമാരെന്ത് പറയും, കുട്ടികളോട് ചോദിക്കട്ടെ. മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് ഈ ബിസിനസ്സിനെ പ്രൊഡക്റ്റ് മേടിക്കണോ എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ബിസിനസ്സിൽ ജോയിൻ ചെയ്യണോ എന്നുള്ള കാര്യം മറ്റുള്ളവരുടെ ഉപദേശം കേട്ടിട്ട് പറയാമെന്ന് പറയുന്ന ആളുകളോട് നമ്മൾ എന്താ പറയുക? ഈ ബിസിനസ് കാര്യങ്ങളും പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നത് ഞാനാണ്. നമ്മളിത് കേട്ടു മനസ്സിലാക്കി. പക്ഷെ മറ്റുള്ളവരോട് നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോൾ ആ മേഖലയെ കുറിച്ച് അവർക്ക് അറിവുണ്ടോ എന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ്. നമ്മളൊരു വീട് വെക്കുമ്പോൾ ഒരു എഞ്ചിനീയറോടാണ് അഭിപ്രായം ചോദിക്കുക, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനോടല്ലല്ലോ നമ്മൾ അഭിപ്രായം ചോദിക്കുക, അല്ലെ? ഒരു ലീഗൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല നമ്മളൊരു അഡ്വക്കേറ്റിന്റെ അടുത്താണ് അഭിപ്രായം ചോദിക്കുക. ടാക്സ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് പോവുക. അപ്പൊ ഏത് മേഖലയിൽ എക്സ്പേർട്ട് ആണോ ആ ആളുകളുമായിട്ടാണ് നമ്മൾ അഭിപ്രായം ചോദിക്കുക. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് നല്ല ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കണം. നിങ്ങൾക്ക് നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരാളെ ബംഗാളിനെ പണിക്ക് ജിമ്മിൽ പറഞ്ഞു വിട്ടാല് ബംഗാളി പോയി ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും? ഒരിക്കലും ഇല്ല. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ആരോഗ്യമാണ് നമ്മൾക്ക് പ്രധാനം എന്നുള്ള കാര്യം അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. സോ പങ്കാളിയോട് ചോദിക്കണം, വീട്ടിലുള്ള ആളോട് ചോദിക്കണം, മറ്റുള്ളവരോട് ചോദിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ആ രീതിയിൽ പറയാൻ പറ്റും. ലാസ്റ്റ് ഒബ്ജക്ഷൻ ആണ്, ഞാനൊന്ന് നന്നായിട്ടൊന്ന് പഠിക്കട്ടെ, ഈ പ്രൊഡക്റ്റും ബിസിനസ്സും ഒക്കെ ഒന്നൊന്ന് പഠിക്കട്ടെ. ഇന്നേ വരെ പഠിക്കാൻ പോയ ആളുകൾ ആരും ഈ പഠിച്ചതിന് ശേഷം നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞു കേട്ടോ, നിങ്ങൾ പ്രൊഡക്റ്റുമായിട്ട് വരുമെന്ന് ഒരിക്കലും നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പഠിക്കട്ടെ എന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പഠനം നീളവ് മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രൊഡക്റ്റ് വിൽക്കൽ ഉണ്ടാവില്ല. ഈ ബിസിനസ് സംബന്ധിച്ച് പഠിക്കാൻ, ഈ ബിസിനസിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് നിരവധി പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഈ കമ്പനി 100% ലീഗലും എത്തിക്കലും ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ പ്രൊഡക്റ്റുകൾ 100% റിസൾട്ട് ഓറിയന്റഡ് ആണ്. ഈ ബിസിനസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ഈ ബിസിനസ് പഠിക്കാൻ വേണ്ടി കൂടുതൽ സമയം എടുത്തിട്ട് ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി വൈകരുത്, പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി വൈകരുത്. കാരണം നമുക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ്
ഒരുപക്ഷെ നാളെ നമുക്ക് നിഷേധിക്കപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് പഠനം എന്നുള്ളത് നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് നമുക്ക് പഠിക്കാം എന്നുള്ള കാര്യം അവരെ കൺവിൻസ് ചെയ്യാം. അപ്പൊ ഇത്തരത്തിലൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒബ്ജക്ഷൻസിനെ നമ്മൾ നേരിടേണ്ടി വരിക എന്നുള്ളതാണ്. ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആളുകൾ നേരിടുന്ന പറയുന്ന തടസ്സങ്ങളെ സ്വീകരിക്കുകയും അവരെ ഫീൽ ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒബ്ജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആ കസ്റ്റമറോട് നമ്മൾ ഏത് സെയിൽസ് ക്ലോസിംഗിലും മുന്നോട്ട് പോകുന്ന സമയത്ത് അവരുടെ ഒബ്ജക്ഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്തതിനു ശേഷം അവരുടെ പ്രധാനപ്പെട്ട ഏത് പ്രൊഫഷൻ ആയാലും സെയിൽസ് മേഖലയിലുള്ള ആ വ്യക്തികളുടെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യും. കസ്റ്റമറുടെ പേരും ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും അവർ ഏത് പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ മറ്റുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ പേയ്മെന്റ് ഏത് രീതിയിലാണ്, ക്യാഷ് ജിപേ ആണോ ഫോൺ പേ ആണോ ബാങ്ക് ട്രാൻസ്ഫർ ആണോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അവരുടെ അഡ്രസ്സുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കളക്ട് ചെയ്യേണ്ടത് സെയിൽസ് ക്ലോസിംഗിൽ പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ അവരുടെ KYCക്ക് വേണ്ട ഡീറ്റെയിൽസുകളും പാൻ കാർഡും ആധാർ കാർഡും നോമിനേഷൻ ഡീറ്റെയിൽസുകളും ഒക്കെ നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എത്രയൊക്കെ സംസാരിച്ചാലും എത്രയൊക്കെ അവരുടെ തടസ്സങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് സംസാരിച്ചാലും നാളെ ആ വ്യക്തി നിങ്ങളോട് നോ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. സെൽഫായിട്ട് നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാല് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും മികച്ച ഒരാളെ ഈ ബിസിനസ്സിന് വേണ്ടി ദൈവം എവിടെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്, ആ വ്യക്തിയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് മുമ്പ് ചില രീതിയിലുള്ള ചില ചലഞ്ചസിനെ നിങ്ങൾ നേരിടേണ്ടി വരും. വിജയിച്ച ഏത് ലീഡേഴ്സിനെ എടുത്ത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം. അവര് പല രീതിയിലുള്ള റിജക്ഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണ്, പല രീതിയിലുള്ള തടസ്സങ്ങളിലൂടെ പോയിട്ടുള്ള വ്യക്തികളാണ്. ഈ തടസ്സങ്ങളും ഈ പറയുന്ന ഒബ്ജക്ഷൻസുകളും ഒക്കെ ആളുകള് ഈ ബിസിനസ്സിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ നിരവധി തവണ ആവർത്തിച്ച് അവർ ജീവിതത്തിൽ ഫീൽഡിൽ നേരിട്ടിട്ടുള്ളവരാണ് ഇതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ലീഡേഴ്സും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വീട്ടിൽ നിന്ന് ഫോളോ അപ്പ് കഴിഞ്ഞ് ബിസിനസ് നോ കേട്ട് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി ഇറങ്ങുക. നിങ്ങളുടെ ഒരു ഫാമിലി ബോണസോ ബൂസ്റ്റർ ബോണസോ മിസ്സായെന്നുള്ള ആലോചന, ഒരു ടെൻഷൻ നിങ്ങളുടെ മുഖത്ത് വേണ്ട കാര്യമില്ല. അതൊരു മികച്ച അനുഭവമായിരുന്നു, ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ വളരെ പ്രധാനമാണ്. കാരണം ഈ മേഖലയിൽ വിജയിക്കുന്ന വ്യക്തികൾക്കെല്ലാം അവരുടെ അനുഭവങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള കാര്യം നമ്മൾ സൂചിപ്പിക്കുക. അപ്പൊ അനുഭവങ്ങളോടുകൂടി തന്നെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അപ്പൊ നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് ഒബ്ജക്ഷൻസ് എന്താണ്, തടസ്സങ്ങൾ എന്താണ്, ആ തടസ്സങ്ങളുടെ ഫെൽറ്റ് ഫോർമുല നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ തടസ്സങ്ങൾ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി സമയമില്ല എന്ന് പറഞ്ഞാൽ, സമയമില്ലാത്തവർക്ക് പറ്റിയ ഏറ്റവും നല്ല ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അവരെ കൺവിൻസ് ചെയ്യുക. കാശില്ല എന്ന് പറഞ്ഞാൽ കാശില്ലാവർക്ക് ഏറ്റവും നല്ല ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് അവരെ കൺവിൻസ് ചെയ്യുക. ലീഗലാണോ എന്ന് ചോദിച്ചാൽ 100% ലീഗലും എത്തിക്കലായ കമ്പനിയാണ്, അതിന് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലിനിക്കൽ റിസൾട്ടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായ റിസൾട്ടുകളെ കുറിച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കുക. സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിരിച്ചുകൊണ്ട് പറയാൻ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഭയങ്കര തെളിച്ചം വരും, നിങ്ങൾക്ക് നല്ല രക്തോട്ടം ഉണ്ടാവും, നിങ്ങളുടെ ശരീരത്തിന് ഉണർവ് ഉണ്ടാവും. നിങ്ങളെ കഴിയുമ്പോൾ ആൾക്കാർ പറയും ആൾ ചുള്ളനായിട്ടുണ്ടാവും, ഇതാണ് നിങ്ങളുടെ ഈ പ്രോഡക്റ്റിന് സൈഡ് എഫക്ട് എന്ന് പറയാ. അപ്പോ സൈഡ് എഫക്ട് ഉണ്ടോ എന്ന് വെച്ചാൽ പറയാൻ പറ്റും. ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒബ്ജക്ഷൻസിനെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാനായിട്ട്. റിജക്ഷൻസ് ആർ പാർട്ട് ഓഫ് ലൈഫ്. വിജയിച്ച എല്ലാ ആളുകൾക്കും എന്തുണ്ടായിട്ടുണ്ട്, ഇത്തരത്തിലുള്ള എല്ലാ ലീഡേഴ്സും ഇത്തരത്തിലുള്ള ഒബ്ജക്ഷൻസ് കൈകാര്യം ചെയ്ത വ്യക്തികളാണ് ഈ മേഖലയിൽ വിജയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ ഒബ്ജക്ഷൻസിനെ മനോഹരമായി ഹാൻഡിൽ ചെയ്യുക. ഒബ്ജക്ഷൻസിലൂടെയാണ് നമുക്ക് പല കാര്യങ്ങളും, ഒബ്ജക്ഷൻസിനെ മനോഹരമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഫൈനലി ഒബ്ജക്ഷൻസിനെ ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒബ്ജക്ഷൻസ് നമ്മളെ ഈ ബിസിനസ്സിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് വരുന്ന അവസരങ്ങളാണ് ഒബ്ജക്ഷൻസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി, ഒരു ശില്പി ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ
ഒരു കല്ല് കാണുകയാണ്. ആ കല്ല് കണ്ടപ്പോ ശില്പിക്ക് ഒരു ആഗ്രഹം മനസ്സില്. ശില്പിയുടെ എല്ലാ കല്ലിലും ശില്പം കാണുന്ന ശില്പി കല്ലിനോട് ചോദിച്ചു, കല്ലേ കല്ലേ, നിന്റെ ഉള്ളിൽ ഒരു നല്ല മനോഹരമായ ഒരു ശില്പമുണ്ട്, ഞാനൊന്ന് കൊത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ കല്ല് പറഞ്ഞു, എന്റെ ഉള്ളിൽ മനോഹരമായ ശില്പം ഉണ്ടോ, ഞാൻ കൊത്താൻ വേണ്ടി നിന്ന് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ശില്പി തന്റെ പണിയായുധം എടുത്ത് ഉളിയും ചിറ്റയും എടുത്തുകൊണ്ട് ആ കല്ലിൽ കൊത്താൻ തുടങ്ങി. അപ്പൊ കല്ലിനോട് ശില്പി പറയാണ്, ഞാൻ കൊത്തുമ്പോ നിനക്ക് വേദനിക്കും, ആ വേദനകളെ നിങ്ങൾ സഹിക്കാൻ നീ തയ്യാറാണോ? ശില്പമാവണമെങ്കിൽ വേദന സഹിക്കണമെങ്കിൽ ഞാൻ വേദനകളെ സഹിക്കാൻ തയ്യാറാണ്. ശില്പി കൊത്താൻ തുടങ്ങി. 1 കൊത്തി, 2 കൊത്തി, 3 കൊത്തി, കല്ലിന് വേദനിച്ചു, കല്ല് കരയാൻ തുടങ്ങി. ഒരു സ്റ്റേജ് എത്തിയപ്പോ കല്ലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്നെ കൊത്തണ്ട, എനിക്കിനി ശില്പമേ ആവണ്ടെന്ന് പറഞ്ഞു. ശില്പി ആ കല്ലിന് ഉപേക്ഷിച്ചു മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരു കല്ല് അവിടെ കിടപ്പുണ്ട്. ആദ്യം കണ്ട കല്ലിന് അത്രയും മനോഹരമായ കല്ലെന്നുള്ള രണ്ടാമത്തെ കല്ല്. ആ രണ്ടാമത്തെ കല്ല് ചോദിച്ചു, ശില്പി, അല്ലയോ ശില്പി, എന്റെ ഉള്ളിൽ ശില്പം ഉണ്ടോ? ഏത് കല്ലിലും ശില്പം കാണുന്ന ശില്പി പറഞ്ഞു, നിന്റെ ഉള്ളിലും ശില്പമുണ്ട്, ഞാൻ കൊത്തും, പക്ഷെ വേദനിക്കും, ആ വേദനകളെ സഹിക്കാൻ നീ തയ്യാറാണോ? ഞാൻ ശില്പമാവാൻ വേണ്ടി എന്ത് വേദനയും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. ശില്പി കൊത്താൻ തുടങ്ങി. 1 കൊത്തി, 2 കൊത്തി, 3 കൊത്തി, 4 കൊത്തി, കല്ല് കരയാൻ തുടങ്ങി. വേദനകൾ വന്നുകൊണ്ടിരുന്നു. ശില്പി നിർത്തിയില്ല. ശില്പി പണിയെടുത്തുകൊണ്ടിരുന്നു, കല്ല് കരഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അതിമനോഹരമായ ഒരു ദേവിയുടെ ശില്പമായിട്ട് ആ കല്ല് മാറി. കുറച്ചു കഴിഞ്ഞപ്പോ അടുത്തൊരു ആൽത്തറയില് മുമ്പിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കി, ഒരു അമ്പലം ഉണ്ടാക്കി. ആ കല്ലിനെ അവിടെ വിഗ്രഹമായി പ്രതിഷ്ഠിച്ചു. അവിടെ വരുന്ന ആളുകൾ ആ വിഗ്രഹത്തില് നെയ്യർപ്പിക്കാൻ തുടങ്ങി, ആ വിഗ്രഹത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കാൻ തുടങ്ങി, ആ വിഗ്രഹത്തിൽ ധൂപങ്ങൾ അർപ്പിക്കാൻ തുടങ്ങി, ആ വിഗ്രഹത്തിൽ ഒരുപാട് നിവേദ്യങ്ങൾ അർപ്പിക്കാൻ തുടങ്ങി. ആ വിഗ്രഹത്തിന് വലിയ രീതിയിലുള്ള ആ വിഗ്രഹത്തിന് അർച്ചനകൾ കിട്ടാൻ തുടങ്ങി. ആ സമയത്ത് ആളുകൾ അവിടെ വരുന്ന ആളുകള് തേങ്ങ അടിക്കാൻ വേണ്ടി ഒരു കല്ല് അന്വേഷിച്ചപ്പോ ആദ്യത്തെ കല്ല് അവിടെ കിടപ്പുണ്ടായിരുന്നു. അതെടുത്ത് അതിന്റെ മുന്നിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ആ കല്ലിലായിരുന്നു പിന്നീട് അങ്ങോട്ട് തേങ്ങ അടി എന്ന് പറയുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കഥയിൽ 4 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നും ലൈഫിൽ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ. പക്ഷെ ജീവിതത്തിൽ ലൈഫിൽ സക്സസ് ആവണം, നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വേണം? നമുക്ക് വേണ്ടത് ഒരു പെയിൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം മാത്രം പോരാ, അതിനുവേണ്ടി നമ്മൾ ഒരു പെയിൻ എടുക്കാൻ തയ്യാറാവണം. ജീവിതത്തിൽ വിജയിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വേദനകളിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണ്. ആ വേദനയാണ് അവര് വിജയിക്കാൻ അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. ഇനി ആരാണോ സ്വന്തം വേദനകളെ ആഘോഷിച്ചിട്ടുള്ളത് അവർക്കാണ് ജീവിതത്തിൽ വലിയ സക്സസ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിനെ എടുത്തു നോക്കൂ. മനോജ് സാറോട് ചോദിക്കണം, അദ്ദേഹം ആദ്യമായിട്ട് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വൈറ്റിലെ ഹബിൽ ഇരുന്ന കൊതുകൊടി കൊണ്ട് നമ്മുടെ ശശി സാറിന് മുമ്പിൽ നിന്ന് ഈ അവസരം കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിട്ടുള്ള പല ആശങ്കകളും ഒക്കെ ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബിസിനസ്സുമായി മുന്നോട്ട് വരുന്ന സമയത്ത് ആ സക്സസ്ഫുൾ ലീഡേഴ്സ് നേരിട്ടിട്ടുള്ള അവഗണനകൾ, റിജക്ഷൻസ്, നോസ്, ഓരോ രീതിയിലുള്ള ഒബ്ജക്ഷൻസ് ഒക്കെയാണ് അവരെ ഈ രീതിയിൽ ഒരു വലിയ ശില്പമാക്കി മാറ്റാൻ അവരെ സഹായിച്ചിട്ടുള്ളത്. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളിൽ നിന്ന് നേരിടുന്ന ഒബ്ജക്ഷൻസ് ഫീൽഡില് നിങ്ങളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങളൊരു വിഗ്രഹമായിട്ട് മാറുന്നതിന് വേണ്ടി പല രീതിയിലുള്ള നോയും, പല രീതിയിലുള്ള പരിഹാസങ്ങളും, പല രീതിയിലുള്ള കളിയാക്കുകളും, പല രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ, ബന്ധുക്കളിൽ നിന്നോ, സഹപാഠികളിൽ നിന്നോ, നിങ്ങളുടെ സൊസൈറ്റിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കേട്ടി വരും. അതെല്ലാം ചാട്ടുള്ളുകൊണ്ടുള്ള നിങ്ങളെ കൊത്തി ഒരു ശില്പമാക്കുന്നുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒബ്ജക്ഷൻസുകളെ ധൈര്യമായി നേരിട്ടുകൊണ്ട് ഒരു വലിയ സക്സസ്ഫുൾ ലീഡറായിട്ട് മാറുക. നിങ്ങളുടെ കൂടെയുള്ള ഓരോരുത്തരെയും വിജയിപ്പിക്കുക. വിജയാശംസകൾ നേർന്നു. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഇ ബയോടെക്നോളജി. താങ്ക് യു സാർ. എത്ര മനോഹരമായിരുന്നു സാറിന്റെ ക്ലാസ്. സാർ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അടിത്തറ നന്നായാലേ മുന്നോട്ടുള്ള കാര്യങ്ങൾ നന്നായി പോകുള്ളൂ. സാർ പറഞ്ഞ ഓരോ വാക്കും നമ്മുടെ ഈ ബയോടെക്നോളജിയിൽ നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. എനിക്ക് ഒത്തിരി നമ്മളൊരു വാങ്ങിക്കുമ്പോ നമ്മുടെ ലീഡർ പറയുന്നത് പോലെ, എന്റെ ലീഡർ കളമശ്ശേരി യൂനിസ് ഭായിയാണ്. അദ്ദേഹമാണ് എനിക്ക് അദ്ദേഹം
പ്രോഡക്റ്റ് ഞാൻ നല്ല രീതിയിൽ അദ്ദേഹം പറഞ്ഞ പോലെ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടി. പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ നമ്മളൊന്ന് ഉഴപ്പും, അപ്പൊ വീണ്ടും നമ്മുടെ രോഗങ്ങൾ വരും. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും ഇന്ന് സാറ് തന്ന ക്ലാസ് അടിപൊളി ക്ലാസ് ആണ്, സൂപ്പർ. താങ്ക് യു സാർ. എല്ലാവർക്കും വേണ്ടി ഞാൻ സാറിന് ഒരു 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ കൺമുടി സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി സാറിനെ. താങ്ക് യു പിത മാഡം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ട്രെയിനർ വിനോദ് സാറാണ് നമ്മളോട് സംസാരിച്ചത്. ഇന്നത്തെ സബ്ജക്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. നമ്മൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സംഭവമാണ് ആളുകളെ അല്ലെ ചോദ്യങ്ങൾ ചോദിക്കുക, ഒബ്ജക്ഷൻസ്. ആ ഒബ്ജക്ഷൻസിനെ എങ്ങനെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാമെന്ന് വളരെ വ്യക്തമായിട്ട് വിനോദ് സാർ നമുക്ക് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇതുപോലുള്ള ക്ലാസ്സുകൾ അപൂർവമേ കിട്ടുള്ളൂ. അപ്പൊ ഇതുപോലുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് വിജയിക്കാൻ വേണ്ടത്. വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച വിനോദ് സാറിന് നമ്മുടെ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. കാരണം എല്ലാവർക്കും ഇവിടെ താങ്ക്സ് പറയാൻ അവസരം ഇല്ലാത്തത് കൊണ്ട് അവർക്കെല്ലാം വേണ്ടി നല്ലൊരു ബിഗ് കൺഗ്രാജുലേഷൻ ഈ അവസരത്തിൽ നേരുകയാണ്. നമുക്കറിയാം വിനോദ് സാറിനെ സംബന്ധിച്ചിടത്തോളം നിരവധി സബ്ജക്റ്റുകളുമായിട്ട് നമ്മളെ ബോധവൽക്കരിച്ച് നമ്മളെല്ലാം വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ലീഡറാണ് അദ്ദേഹം, ട്രെയിനറാണ്. അതുകൊണ്ട് വിനോദ് സാറിന്റെ ഒക്കെ ക്ലാസ്സുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ടീമിലുള്ള അസോസിയേറ്റ്സിനെ വിളിച്ച് പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇന്നത്തെ ക്ലാസ് ഒന്നും ഇനി ഒരിക്കലും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഓരോ ദിവസങ്ങളും കിട്ടുന്ന പുതിയ അറിവുകൾ, ഓരോ സ്പാർക്കുകൾ ആയിരിക്കും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ലെ. അതുകൊണ്ട് ഒബ്ജക്ഷൻസ് ഓരോന്നും എന്റെ അടുത്ത് കാശില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ അത് നമ്മൾ ഹാൻഡിൽ ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ എന്റെ സയൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എനിക്ക് വില കൂടുതലല്ലേ എന്ന് പറയുമ്പോൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതെല്ലാം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് ക്ഷമയോടെ അവരെന്ത് ഒബ്ജക്ഷൻ ചോദിച്ചാലും ആ ഒബ്ജക്ഷൻ എല്ലാം പറയാനുള്ള അവസരം അവർക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ അങ്ങോട്ട് തിരിച്ചു പറയാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ അവർക്ക് താല്പര്യം വരുള്ളൂ. അവരൊന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് 2 പറഞ്ഞാൽ അവിടെ ബിസിനസ് നടക്കില്ല. വളരെ വ്യക്തമായിട്ടുള്ളൊരു അവബോധം സൃഷ്ടിക്കുന്ന ക്ലാസ് തന്നെയായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം റിജക്ഷൻ ആണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക. റിജക്ഷൻ കേൾക്കാൻ തയ്യാറുള്ള ആൾ മാത്രമേ ലോകത്തിൽ സക്സസ് ആയിട്ടുള്ളൂ. സമൂഹത്തിൽ നിന്നും തഴയപ്പെട്ട ആളുകളെ മാത്രമേ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളൂ. അത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നോ 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 എന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഏത് ലെവലിലേക്ക്, ഏത് റാങ്കിലേക്ക് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോ കേൾക്കാൻ തയ്യാറായാലും മാത്രമേ നമുക്ക് വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. നോ കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളത് ആദ്യത്തെ വിജയിക്കാനുള്ള ലക്ഷണം എന്ന് പറയുന്നത്. നോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പുറകോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു 5 പേരെ കാണുമ്പോൾ 5 പേര് നോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രൊജക്റ്റും പ്രോഗ്രാമും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് എത്ര നോ കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ അതിനനുസരിച്ചാണ് വിജയത്തെ. ചിലപ്പോൾ 100 പേര് നോ പറഞ്ഞാലും 101ാമത്തെ ആൾ മുതലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് യെസ് എന്ന് വരാൻ വേണ്ടി തുടങ്ങുന്നത്. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണം. നമ്മുടെ ചരിത്രം പഠിപ്പിക്കുന്ന ആളാണ് അല്ലെ, നമ്മുടെ സ്വന്തം യേശുദാസ് ഇല്ലേ. അദ്ദേഹം ഫോർട്ട് കൊച്ചിക്കാരനായിരുന്നു. തൃപ്പൂണിത്തിലാണ് അദ്ദേഹം വന്ന് പഠിച്ചത്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ കുറിച്ചൊക്കെ അന്ന് എല്ലാവർക്കും അറിയാം, നിങ്ങളൊക്കെ വായിച്ചു കാണും. അവസാനം അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി, നാട്ടുകാരെല്ലാം കൂടി നിർബന്ധിച്ച് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് അവിടത്തേക്ക് പോയ കഥ ചിലപ്പോൾ വായിച്ചു കാണുന്നുണ്ട് അല്ലെ. നിനക്ക് നല്ല ശബ്ദമാണ്, നന്നായിട്ട് പാട്ട് പാടാൻ കഴിയുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് പോയാൽ എന്തായാലും സെലക്ഷൻ കിട്ടും എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരും കൂട്ടുകാരൊക്കെ ടിക്കറ്റ് എടുത്ത് കൊടുത്ത് പുതിയ വസ്ത്രമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് അത്രയും കഷ്ടപ്പാടായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. അവിടെ ചെന്ന് അദ്ദേഹം ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തപ്പോ അന്നത്തെ അവിടുത്തെ ഇന്റർവ്യൂ ബോർഡ് പറഞ്ഞത് നിങ്ങളുടെ ശബ്ദം ശരിയല്ല, അതുകൊണ്ട് നിങ്ങളെ സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ആലോചിച്ച് നോക്കണം നമ്മള് അല്ലേ. നിങ്ങളുടെ ശബ്ദം ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ജോലിക്ക് പ്രാപ്തനല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചുവിട്ടതാണ്. അദ്ദേഹം തിരിച്ചു വന്നിട്ട് വിചാരിക്കണം എന്റെ ശബ്ദം ശരിയല്ല, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ പാട്ട് പാടുന്നില്ല, ഞാൻ നല്ല പൊറോട്ട അടിക്കാനോ അല്ലെ വല്ല കൂലിപ്പണിക്കോ പോകാം, അല്ലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ആകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇല്ലേ. അദ്ദേഹം പറഞ്ഞു വന്നപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് എന്റെ കുറവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തിക്കൊണ്ട് ആവേശത്തോടു കൂടെ മുന്നോട്ട് പോയപ്പോ എന്റെ പൊന്നു സുഹൃത്തുക്കളെ അല്ലെ, ഗാനഗന്ധർവൻ എന്ന പദവി, ദേശീയ ബഹുമതി, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ബഹുമതി, ഇന്ത്യൻ ജനഹൃദയങ്ങളിൽ എന്നും സ്ഥാനം നേടിയ ഇത്രയും മനോഹരമായിട്ട് നമ്മളെയൊക്കെ പാട്ടുപാടിയിലെ രസിപ്പിച്ച വേറൊരു പ്രതിഭ മലയാളത്തിലുണ്ടോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആലോചിച്ച് നോക്കണം നമ്മള്. പിന്നീട് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ഇല്ലേ അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇല്ലേ, ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അദ്ദേഹം പറയുന്ന ദിവസത്തിന് വേണ്ടി
കാത്തിരിക്കേണ്ട അവസ്ഥ ഓൾ ഇന്ത്യ റേഡിയോക്ക് ഉണ്ടായി. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഓരോരുത്തരും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. നോ നോ എന്ന് പറയുമ്പോ നമ്മളെല്ലാം അങ്ങ് വിട്ടുപോകുകയല്ല വേണ്ട. അവിടെ നിന്ന് ആവേശത്തിന്റെ തിരമാലകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അടിച്ചോണ്ടിരിക്കണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അല്ലെ. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, അല്ലെ, നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട്, ഇല്ലേ, അദ്ദേഹത്തിന് ഒരു പൈലറ്റ് ആകണമെന്നായിരുന്നു ആഗ്രഹം. നിരവധി ഇന്റർവ്യൂവിന് പോയപ്പോ അവസാനം 10 വേക്കൻസി ഉണ്ട്, അല്ലെ, 9 വേക്കൻസിയാണ്. ഇദ്ദേഹം 10ാമത്തെ ആളായി പോയി. അവിടെ കയറിയപ്പോ പറഞ്ഞു, നിങ്ങളെ എടുക്കില്ല, നിങ്ങളെ കാണാൻ ഒരു ഭംഗിയില്ല, മുടിയൊക്കെ ഇങ്ങനെ താഴോട്ട് വളർത്തിയിരിക്കുന്നു, അല്ലേ, അതൊന്ന് മുകളിലോട്ട് ജിഗിക്കൂടെ, അതുകൊണ്ട് നിങ്ങൾ ഇതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തഴയപ്പെടുകയാണ് ഉണ്ടായത്. ആലോചിച്ച് നോക്കണം, എത്ര ഇന്റർവ്യൂ എന്ന് തഴയപ്പെട്ടു അദ്ദേഹത്തിന്, ഇല്ലേ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള കുതിച്ചു കയറ്റമായിരുന്നു സുഹൃത്തുക്കളെ. നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു, ഇല്ലേ. ആ പൈലറ്റിന് പകരം ഇന്ത്യയുടെ മൊത്തം ഭരണാധികാരിയായി നമ്പർ 1, ഇല്ലേ, ആ സ്ഥാനത്തേക്ക്, ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് നോ ഒബ്ജക്ഷൻസ് പലതും ഉണ്ടാവുന്നു. ഇതെല്ലാം ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. സിനിമ കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്നിനും കൊള്ളൂല എന്നും പറഞ്ഞിട്ടില്ലേ, കറുത്ത കാര്യമായിട്ട് പോലുള്ള നിന്നെ എന്തിനു സിനിമക്ക് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ നമ്മുടെ, ഇല്ലേ, ശ്രീനിവാസന് ഇവിടെയുണ്ട്. അതുപോലെ നിരവധി നടന്മാരുണ്ട്. അവരെല്ലാം പിന്നീട് സിനിമയിലെ കുലപതികളായിട്ട് മാറിയ ചരിത്രം നമ്മൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നോ 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 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആവേശത്തോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്.